ഹായ് ഓൾ വെൽക്കം ടു Eduvalley. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റസ് ബാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റേറ്റസ് ബാറിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന ആരെക്കുറിച്ചാണ്? മോഡിനെ കുറിച്ചാണ്. അപ്പം മോഡ് എന്ന് പറയുന്ന കാര്യം വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ഉണ്ട്. വേർഡിലെയും എക്സലിലെയും മോഡ് എന്ന് പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. എക്സലിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ടൈപ്പിംഗ് മോഡ് എന്താണ്, അതുപോലെ തന്നെ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെയാണ് ഡിഫോൾട്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ നമുക്ക് കിട്ടിയാലോ ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലേക്ക് മാറാൻ പറ്റുക, എപ്പോഴാണ് ആ മോഡ് ആക്റ്റീവ് ആകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ ഡെമോ കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ കാര്യം കുറച്ചൊരു ചെറിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു 4-5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകളാണ്, സ്പെഷ്യൽ കോച്ചിങ്ങുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മളതിൻ്റെ എക്സ്ട്രീം ലെവലുള്ള കോച്ചിങ്ങുകളാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു 1 വീക്ക് ഓൾമോസ്റ്റ് അല്ലേ ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് ടൈറ്റിൽ ബാറിനകത്തെ മോഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ടൈറ്റിൽ ബാറിന് എവിടെയാണ് സ്റ്റേറ്റസ് ബാറിനകത്തെ മോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ, എനിക്ക് തെറ്റി. അപ്പോൾ സ്റ്റേറ്റസ് ബാറിനകത്തെ മോഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സ്റ്റേറ്റസ് ബാറിനകത്ത് മോഡ് എന്ന് പറയുന്ന ഭാഗം എവിടെയാണുള്ളത്? സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വേർഡിലെയും എക്സലിലെയാണ് കാണിച്ചിട്ടുള്ളത്. വേർഡിലും പവർ പോയിന്റിലും സെയിം മോഡ്സ് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ വേർഡിലെ ഡിഫറെൻറ്റ് മോഡ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. 2 ടൈപ്പ് മോഡ്സ് ആണുള്ളത്. ഇൻസേർട്ട് മോഡും ഓവർ ടൈപ്പ് മോഡും. ദെൻ ഇൻസേർട്ട് മോഡ് എന്ന് പറയുന്നതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇൻസേർട്ട് എന്ന് പറയുന്ന മോഡാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. എക്സലിനെ സംബന്ധിച്ചിടത്തോളം റെഡി എന്നും എൻറ്റർ എന്നുമാണ് അവിടെ ടൈപ്പ് മോഡിനെ പറയുന്ന പേര്. റെഡി, എൻറ്റർ. അതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് റെഡി ആണ്. പവർ പോയിന്റിൻ്റെ കേസിൽ ഇത് തന്നെയാണ് വരിക. സോ ഇവിടുന്ന് ചോദിക്കുന്നത് വേർഡിൽ എത്ര ടൈപ്പ് മോഡ് ഉണ്ട്? ആൻസർ എത്രയാണ്? 2. ഏതാണ് ഡീഫോൾട്ട് ടൈപ്പ് മോഡ് ഓഫ് വേർഡ്? വേർഡിലെ ഡീഫോൾട്ട് ടൈപ്പ് മോഡ് ഏതാ? ഇൻസേർട്ട് ആണ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, 2 ടൈപ്പിംഗ് മോഡേ ഉള്ളൂ. വേർഡിനാണെങ്കിലും പവർ പോയിന്റിനാണെന്നുണ്ടെങ്കിലും 2 ടൈപ്പിംഗ് മോഡ്സേ ഉള്ളൂ. വേർഡിലും പവർ പോയിന്റിലും സെയിം ആണ്. ഇൻസേർട്ടും ഓവർ ടൈപ്പും. ഇൻസേർട്ട് ആണ് ഡീഫോൾട്ട്. എവിടെയാണ് കാണുക? സ്റ്റേറ്റസ് ബാറിനെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിനെ കാണുക. ഇനി എക്സലിലെ കേസിൽ വരുമ്പോൾ എക്സലിനും 2 ടൈപ്പിംഗ് മോഡ്സ് തന്നെയാണുള്ളത്. റെഡി എന്നും എൻറ്റർ എന്നുമാണ് അതിന് പേര് കൊടുത്തേക്കുന്നത്. റെഡിയാണ് ഡീഫോൾട്ട്. അപ്പോൾ നമ്മളിത് കണ്ടന്റ് പഠിച്ചു. ഇനി നമുക്ക് എന്താണ്? ഡെമോ കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഡെമോ നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്താണ് കണ്ടോ? ഇൻസേർട്ട് എന്നാണ് കാണുന്നത് അല്ലേ. ഡീഫോൾട്ട് ആയിട്ടുള്ള ടൈപ്പ് മോഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നോക്കിയേ, ഇൻസേർട്ടിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്താ കൊടുത്തേക്കണേ? ടെക്സ്റ്റ് യു ടൈപ്പ് വിൽ ബി ഇൻസേർട്ടഡ് അറ്റ് ദി ഇൻസേർഷൻ പോയിന്റ്. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതവിടെ ആഡായി വന്നുകൊള്ളും. ഇനി അടുത്തത് നോക്കുക. ഇപ്പം ഇൻസേർട്ടിലാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ടൈപ്പിംഗ് മോഡിലേക്ക് മാറാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഇൻസേർട്ട് എന്ന് എഴുതിയതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിട്ടുണ്ട്? ഓവർ ടൈപ്പ് എന്നായിട്ടുണ്ട്. ഇനി ഓവർ ടൈപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കി, എന്താണ്? ടെക്സ്റ്റ് യു ടൈപ്പ് വിൽ ഓവർ റൈറ്റ് ദ എക്സിസ്റ്റിംഗ് കണ്ടന്റ്. അതായത് നമ്മൾ ഉള്ള കണ്ടന്റിനെ ഓവർ റൈറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്തത് വരിക. സോ അത് നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. സോ നമ്മൾ ഹെൽപ്പ് മെനുവിനകത്ത് നിന്ന് നമ്മളൊരു കണ്ടന്റ് കോപ്പി ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ റിച്ച് റിവ്യൂ എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. കാര്യമുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ പഴയ മോഡിലേക്ക് തിരിച്ചു വരുന്നു. ഇൻസേർട്ട്. ഇനി ഇവിടെ നോക്കിയേ, ഈ കഴ്സർ നിൽക്കുന്ന പൊസിഷൻ നോക്കുക. ഈ ഇൻ്റർഫേസ് എന്ന് കഴിഞ്ഞതിന് ശേഷം, ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അക്കോർഡിംഗ് ടു എന്ന് എഴുതി കൊടുത്തു. അക്കോർഡിംഗ് ടു എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുത്തേക്കുന്നത്. സോ എന്താ ചെയ്തേക്കണേ? ഇൻസേർട്ട് മോഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ എന്താ? ഓൾറെഡി ഉള്ള കണ്ടന്റിൻ്റെ കൂടെ അത് ആഡ് ആയിട്ട് വരികയാണ് ചെയ്തത് അല്ലേ. നോക്കിയേ, കണ്ടോ? ഓൾറെഡി ഉള്ള കണ്ടന്റിൻ്റെ കൂടെ അത് ആഡ് ആയിട്ട് വരികയാണ് ചെയ്തത്. ഇനി നോക്കി, ഞാൻ എന്ത് ചെയ്തു? ഇൻസേർട്ട് മോഡിൽ നിന്നും ഓവർ ടൈപ്പ് മോഡിലേക്ക് മാറാനായിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന്
ക്ലിക്ക് ചെയ്താൽ മതി. സോ ഓവർ ടൈപ്പ് മോഡിലേക്ക് മാറി. ഇനി ഞാനിവിടെ കമൻറ്റിങ് കഴിഞ്ഞിട്ട് വെരിഫൈ എന്ന് എഴുതാനായിട്ട് പോവാണ്. സോ വെരിഫൈ എന്ന് എഴുതുമ്പോൾ നോക്കുക, ഇതിന് ഞാനൊരു കളർ കൊടുത്തു. നോക്കിയേ, ഒരു കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വെരിഫൈ എന്ന് എഴുതാൻ പോവാണ്. നോക്കിയേ, വി എന്ന് എഴുതിയപ്പോൾ എ ഡിലീറ്റ് ആയി പോയി, ഇ എന്ന് എഴുതിയപ്പോൾ എൻ ഡിലീറ്റ് ആയി. കണ്ടോ, ഇങ്ങനെ എന്താണ്, ഓൾറെഡി ഉള്ള കണ്ടന്റിനെ എന്ത് ചെയ്തേക്കാണ്, അതിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇതിനെ എടുത്തേക്കണേ. അപ്പോൾ ഓൾറെഡി ഉള്ള കണ്ടന്റിന്റെ മണ്ടേ കൂടെ ഓവർ ടൈപ്പ് ചെയ്യുന്ന രീതിയാണ് ഓവർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ള കണ്ടന്റിന്റെ കൂടെ എന്ത് ചെയ്യുന്നതാണ്, ആഡ് ചെയ്ത് വരുന്നതാണ് ഇൻസേർട്ട് മോഡ്. ഇത് നമ്മൾ വേർഡിലെ കാര്യമാണ് കണ്ടത്. ഇതേപോലെ നമുക്ക് എന്തുണ്ട്, എക്സലിൽ നോക്കണം. ഈ വേർഡിലെ കാര്യം തന്നെയാണ് പവർ പോയിന്റിൽ, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് പവർ പോയിന്റിൽ നടക്കുക. സോ എക്സലിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സലിൽ ഇവിടെ കണ്ടോ റെഡി. അപ്പോൾ എന്താണ്, ജസ്റ്റ് സെല്ല് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് മോഡിലാണ്, റെഡി മോഡിലാണ്. ഓക്കെ, ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത് ഏത് മോഡിലായിരിക്കും, റെഡി മോഡിലായിരിക്കും. ഇനി നമ്മൾ ഈ സെല്ലിലേക്ക് ഒരു കണ്ടന്റ് എഴുതാനായിട്ട് പോവാണ്. ഓക്കെ, കണ്ടന്റ് എഴുതാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെല്ലിനെ ആക്റ്റീവ് ആക്കി നിർത്തിക്കൊണ്ട് F2 പ്രസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പം അങ്ങനെ നമുക്ക് 3 തരത്തിലാണ് സെല്ലിലെ കണ്ടന്റ് എഴുതാനായിട്ട് പറ്റാം അല്ലേ. എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, ഒരു സെല്ലിനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് F2 പ്രസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൽ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് എഴുതാം. അല്ലാന്നുണ്ടെങ്കിലോ ഒരു സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 തരത്തിൽ ഞാൻ ചെയ്യുമ്പോൾ നോക്കിയേ, ഇപ്പോൾ സെല്ല് എഡിറ്റ് മോഡിലാണ് നിൽക്കണേ, അല്ലെങ്കിൽ കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കിയേ, കണ്ടോ, കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് മോഡാണ്, എൻറ്റർ മോഡാണ്. കണ്ടോ, ക്ലിയർ ആണോ, എൻറ്റർ മോഡാണ്. സോ റെഡി, എൻറ്റർ എന്ന് പറയുന്ന 2 കണ്ടന്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, റെഡി, എൻറ്റർ എന്നുള്ള 2 കണ്ടന്റുകളാണ് നമുക്കുള്ളത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരു മോഡ് കൂടെ വരുന്നത് ഏതാണ്, എഡിറ്റ് ആണ്. അത് റെയർ കേസാണ്. നമ്മൾ ഫോർമുല ബാർ വഴിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് എഡിറ്റ് വരിക. സോ അത് അത്രയും ഡീപ്പായിട്ട് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാതിരുന്നത്. സോ മെയിനായിട്ടും പഠിക്കുന്നത് റെഡി ആൻഡ് എൻറ്റർ മോഡ്. അതായത് നമ്മൾ സെല്ല് ആക്റ്റീവായിട്ട് വെക്കുമ്പോൾ ഏതാണ്, റെഡി മോഡാണ്. സെല്ലിൽ നമ്മൾ കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഓൾറെഡി എഴുതിയിട്ടുള്ള കണ്ടന്റ് വരുമ്പോഴാണ് എഡിറ്റ് വരണേ. ഫ്രഷ് ആയിട്ടൊരു കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം എൻറ്റർ മോഡാണ്. ഓൾറെഡി ഉള്ള ഒരു കണ്ടന്റ് നമ്മൾ പിന്നെയും എഡിറ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മളുടെ സെല്ല് എഡിറ്റ്. ഓൾറെഡി നമ്മൾ F2 എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കണതാണ്. സോ ഓർത്തിരിക്കുക, റെഡി, എൻറ്റർ എന്നുള്ളത് പഠിച്ചിരിക്കുക. ആക്റ്റീവായിട്ട് സെല്ലിനെ നിർത്തുമ്പം റെഡി മോഡിലാണ്. ഫ്രഷ് ആയിട്ടൊരു സെല്ലിൽ നമ്മൾ കണ്ടന്റ് എഴുതുമ്പം എൻറ്റർ മോഡിലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു സെല്ലിലേക്ക് കണ്ടന്റ് എഴുതാമെന്ന് പറഞ്ഞു. F2 യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ്, ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യാം, അതുപോലെ എന്താണ്, സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് റെയർ കേസാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക, മോഡ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. എഡിറ്റ് മോഡ് എപ്പോഴേ വരുള്ളൂ, ഒരു സെല്ലിൽ കണ്ടന്റ് എഴുതി, അത് റെയർ ആണ്, സ്പെഷ്യൽ കേസാണ് അല്ലേ. സെല്ലിൽ കണ്ടന്റ് ഉണ്ടെങ്കിലേ എഡിറ്റ് വരത്തുള്ളൂ. ബാക്കി രണ്ടും ഡീഫോൾട്ടാണ്. നമ്മൾ കമാൻഡ് ടാബും കോണ്ടെക്സ്റ്റൽ ടാബും പറയുന്നത് പോലെ തന്നെ. അപ്പോൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സമയമെടുത്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.